ഇതൊരു സാധാരണ ഡ്രോൺ കഥയല്ല. ആകാശത്ത് തുടങ്ങുന്ന ഒരു വേട്ടയുടെ കഥയാണ്. ഒറ്റയ്ക്ക് പറന്നു വരുന്ന ഒരു ഡ്രോൺ നിങ്ങളുടെ നഗരത്തിന്റെ മുകളിൽ നിശബ്ദമായി പറന്നുകൊണ്ടേയിരിക്കുന്നു. അത് വെറും ഒരു ക്യാമറയല്ല, ഒരു വലിയ ഭീഷണിയാണ്, ഒരു വലിയ ആക്രമണത്തിന്റെ ഭീഷണി, അല്ലെങ്കിൽ അതിനും മുകളിൽ എന്തോ ഒന്ന്. പക്ഷേ അത് നിങ്ങളുടെ അടുത്തേക്ക്, അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അതിനെ വേട്ടയാടാൻ മറ്റെന്തോ ഒന്ന് വരുന്നു. അതെ, ഒരു ഡ്രോൺ മറ്റൊരു ഡ്രോണിനെ വേട്ടയാടുന്നു. ഇതാണ് ഇന്ത്യയുടെ പുതിയ രഹസ്യ ആയുധം, സോംബി. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഹൈദരാബാദിലെ ഒരു ഡിഫൻസ് ടെക് കമ്പനി ആകാശത്തെ വേട്ടയാടലിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ദ്രജാൽ എന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സോംബി എന്ന ഇന്റർസെപ്റ്റർ ഡ്രോൺ വികസിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ ഡ്രോൺ അല്ല, ഇതൊരു ഹണ്ടർ തന്നെയാണ്. ഇന്നത്തെ യുദ്ധഭൂമിയിൽ ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഡ്രോണുകൾ. ചെറുതായി തോന്നുന്ന UAV-കൾ, പക്ഷേ അതിന്റെ പിന്നിൽ സർവൈലൻസ്, സ്മഗ്ലിംഗ് പോലെയുള്ള പ്രവൃത്തികൾ, അതുമല്ലെങ്കിൽ നേരിട്ടുള്ള ആക്രമണം പോലും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവയെ തടയാൻ പഴയ രീതിയിലുള്ള ജാമിംഗ് അല്ലെങ്കിൽ സിഗ്നൽ ബ്ലോക്കിംഗ് മാത്രം മതിയാവില്ല. കാരണം ഇന്നത്തെ ഡ്രോണുകൾ AI ഉപയോഗിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പുതിയ വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സോഫ്റ്റ് കിൽ അല്ല, ഹാർഡ് കിൽ. സോംബി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതൊരു ശത്രു ഡ്രോണിനെ വെറും കണ്ടെത്തൽ മാത്രമല്ല ചെയ്യുന്നത്, ഇതതിനെ വേട്ടയാടി നേരിട്ട് ഇടിച്ച് തകർക്കുകയാണ്. അതെ, ഒരു കൈനറ്റിക് ഇമ്പാക്ട് തന്നെയാണ് ആകാശത്ത് വെച്ച് നടക്കുന്നത്. ഒരു സെക്കൻഡിനുള്ളിൽ ശത്രു ഡ്രോണിന്റെ ഗെയിം ഓവർ. സോംബിയുടെ യഥാർത്ഥ ശക്തി അതിന്റെ സ്പീഡിലല്ല, അതിന്റെ ബുദ്ധിയിലാണ്. AI പവേർഡ് വിഷൻ സിസ്റ്റം, മെഷീൻ വിഷൻ ക്യാമറ, കമ്പാനിയൻ കമ്പ്യൂട്ടർ, ഇതെല്ലാം ചേർന്ന് സോംബിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നൽകുന്നത്. അതിനെ തിരിച്ചറിയാൻ കഴിയുന്ന ബുദ്ധി. ഒരു സ്വാം അറ്റാക്ക് വന്നാൽ പോലും ഏത് ടാർഗറ്റ് ആണ് പ്രധാനമെന്ന് സോംബി സ്വയം തീരുമാനമെടുത്തിരിക്കും. ഈ സോംബി എന്ന ഡ്രോൺ ആകാശത്തുകൂടി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതല്ല. ഇന്ദ്രജാൽ എന്ന വലിയ ഒരു ലെയേർഡ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആദ്യമായി റഡാർ സിസ്റ്റംസ് 10 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള ശത്രുവിനെ കണ്ടെത്തും. അതിനുശേഷം ട്രാക്ക് ചെയ്ത് അനലൈസ് ചെയ്യും. അവസാനം ഫൈനൽ സ്ട്രൈക്ക്, അതെ, നമ്മുടെ ഈ സോംബിയെ അയച്ച് ആ ശത്രു ഡ്രോണിനെ ആകാശത്ത് വെച്ച് തന്നെ വകവരുത്തും. സോംബി ലോഞ്ച് ചെയ്യുന്നത് പോലും ഒരു ഹൈടെക് സംവിധാനത്തിലൂടെയാണ്. ലോഞ്ചർ പ്ലസ് ചാർജിങ് ക്യാപ്സ്യൂൾസ്, അതായത് എപ്പോഴും റെഡിയായിരിക്കണം. കാരണം യുദ്ധത്തിൽ ഒരു സെക്കൻഡ് പോലും വൈകിയാൽ എല്ലാം നഷ്ടമായേക്കാം. ഇതിൽ കൂടെ ഇന്ദ്രജാൽ റേഞ്ചർ എന്ന ഒരു മൊബൈൽ യൂണിറ്റുമുണ്ട്. ഇതൊരു ആന്റി ഡ്രോൺ പട്രോൾ വെഹിക്കിൾ ആണ്. ബോർഡറുകളാകട്ടെ അർബൻ ഏരിയകളാകട്ടെ റേഞ്ചർ മൊബിലിറ്റി നൽകുന്നു. അതുപോലെ തന്നെ സോംബി സ്ട്രൈക്ക് നൽകുന്നു. അതായത് റേഞ്ചർ ഇവയെല്ലാം സഞ്ചാരയോഗ്യമാക്കി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ സോംബി അവിടെ ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ്. ഇരുവരും ഒരുമിച്ച് ചേർന്നാൽ ഒരു മൂവിംഗ് ആന്റി ഡ്രോൺ ഷീൽഡ് തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത്.